വാഹന ലോകത്തിന്റെ ആകാംക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഹോണ്ട തങ്ങളുടെ പുതിയ ഇലക്ട്രിക് കാറിന് പേരിട്ടിരിക്കുകയാണ്. ഹോണ്ട ഇ എന്ന നാമധേയമുള്ള ഈ ഇലക്ട്രിക് കാർ 2018 ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോയിൽ കമ്പനി അവതരിപ്പിച്ച അർബൻ EV കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വർഷം തുടക്കത്തിൽ നടന്ന 2019 ജനീവ മോട്ടോർ ഷോയിൽ സമാന കോൺസെപ്റ്റിന്റെ ഏകദേശ നിർമ്മാണ മാതൃകയും കമ്പനി അവതരിപ്പിച്ചിരുന്നു. ജനീവ മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ച ആദ്യ മാതൃകയോട് ഏകദേശം 95% സാമ്യം പുലർത്തുന്നതാണ് ഇപ്പോഴുള്ള പ്രൊഡക്ഷൻ രൂപം. എന്നാൽ കാറിന്റെ സാങ്കേതികതയെ സംബന്ധിച്ച വിശദാംശങ്ങൾ കമ്പനി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 97 bhp കരുത്തും 300 Nm ടോർക്കും പരമാവധി പ്രവർത്തിപ്പിക്കുന്ന വൈദ്യുത മോട്ടോർ ആയിരിക്കും കാറിലുണ്ടാവുമെന്നാണ്. എന്നാൽ വൈദ്യുത കാർ ആയതുകൊണ്ട് തന്നെ ഇത് സാധ്യമാകുമോ എന്ന് കണ്ടറിയണം. ഒറ്റ ചാർജിൽ 201 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഹോണ്ട ഇക്ക് ആവുമെന്ന് നിർമ്മാതാക്കളായ ഹോണ്ട വാദിക്കുന്നു. 30 മിനിറ്റുകൾക്കുള്ളിൽ 80% ചാർജ് കയറുന്ന ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം കാറിനുണ്ട്. പാനസോണിക് നിർമ്മിത ബാറ്ററികളാണ് പുതിയ ഹോണ്ട ഇയിലുള്ളത്. രാജ്യാന്തര വിപണിയിൽ BMW, i3, കിയ നിറോ എന്നിവരോടായിരിക്കും ഹോണ്ട ഇ മത്സരിക്കുക. ഒറ്റ ചാർജിൽ 453 കിലോമീറ്റർ ആണ് നിറോയുടെ ദൂരപരിധി. i3യുടേതാവട്ടെ 310 കിലോമീറ്ററും. ഇവ രണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഹോണ്ട ഇയുടെ ദൂരപരിധി എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജപ്പാനിലായിരിക്കും ഹോണ്ട ഇയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. ആദ്യഘട്ടത്തിൽ യൂറോപ്യൻ വിപണിയെ ലക്ഷ്യമാക്കിയാവും കമ്പനി ഇലക്ട്രിക് കാർ പുറത്തിറക്കുക. ഇന്ത്യയിലേക്ക് ഹോണ്ട ഇ എത്തിക്കുന്ന കാര്യത്തിൽ കമ്പനി ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. വൈദ്യുത വാഹനങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്ത് ശൈശവാവസ്ഥയിലായതിനാൽ വിവിധ നിയന്ത്രണ ചട്ടങ്ങൾ പിടിമുറുക്കുന്ന സാഹചര്യത്തിനാലും ഹോണ്ട ഇ ആദ്യമായി പുറത്തിറക്കുന്ന വിപണികളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അടുത്ത തലമുറ ജാസിനെ ഹൈബ്രിഡ് സാങ്കേതികതയിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ് ഹോണ്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത. നിലവിലെ ജാസിനെയോടൊപ്പം വലിപ്പം കൂടുതലായിരിക്കും അടുത്ത തലമുറ ജാസ്. കൂടാതെ പുത്തൻ സ്റ്റൈലും സാങ്കേതികതയും കൂടി അടുത്ത തലമുറയിൽ ജാസിൽ ഉൾപ്പെടുമെന്ന് കമ്പനി അറിയിക്കുന്നു. ഈ വർഷത്തെ ടോക്കിയോ മോട്ടോർ ഷോയിലായിരിക്കും അടുത്ത തലമുറ ജാസ് അരങ്ങേറ്റം കുറിക്കുക. ഇന്ത്യയിൽ ഇതിനകം തന്നെ EV സാങ്കേതികതയുടെ പരീക്ഷണം ഹോണ്ട തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷം തുടക്കത്തിൽ പുത്തൻ സിവിക്കിനെ കമ്പനി ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചിരുന്നു. 2019 അവസാനത്തോടെ HRV SUV കൂടി ഇന്ത്യയിൽ എത്തിക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇത് ഹ്യുണ്ടായി ക്രെറ്റ, ടാറ്റ ഹാരിയർ എന്നീ വമ്പന്മാരുടെ വിൽപ്പനയായിരിക്കും ഏറ്റവും ബാധിക്കുക.